സോഫ്റ്റ് ബോൾ ഏഷ്യ കപ്പ് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയ കേരളത്തിന്റെ രണ്ട് താരങ്ങളാട്ടോ ഇത്. ഒന്ന് അഞ്ജലി, മറ്റേ ശ്രുതിയും. ഈ രണ്ട് പേരും വയനാട് ജില്ലാ ടീമിന്റെ സോഫ്റ്റ് ബോൾ താരങ്ങളാട്ടോ. ജൂലൈ മാസത്തിലേ ചൈനയിൽ വെച്ചിട്ടാണ് ഏഷ്യ കപ്പ് നടക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എന്താണെന്നറിയോ? ഇവർക്ക് ഒരാൾക്ക് ചൈനയിൽ എത്തണമെങ്കിൽ 1,70,70,000 രൂപ ചെലവാ. രണ്ടാം കൂടി 3,40,000 രൂപ. അസോസിയേഷനെ ഇത്രയും വലിയ തുക കൊടുത്തൊന്നും ഇവരെ ചൈനയിലേക്ക് പറഞ്ഞയക്കാനാവില്ല. കൂലിപ്പണിക്കാരായ ഇവരെ വീട്ടുകാർക്കാണെങ്കിലും താങ്ങാവുന്നതിലപ്പുറമാണ് ഇത്ര വലിയ തുക. അപ്പോൾ ഇവരാകെ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. കാരണം ഒരുപാട് നാളത്തെ ആഗ്രഹമാവരുത് ഇന്ത്യൻ ടീമിൽ എത്തിപ്പെട്ടണമെന്ന്, അങ്ങനെ എത്തിപ്പെട്ട് അപ്പോൾ അതിനുശേഷം ഇത്ര വലിയൊരു അവസരം കിട്ടിയിട്ട് അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും വിഷമം ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു പ്രതിസന്ധിയിലാട്ടോ ഇവർ രണ്ടുപേരും നിൽക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരു സ്പോൺസർമാർ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 10 വർഷമൊക്കെ തുടർച്ചയായി പരിശീലിച്ചാണ് ഇത്രയും ഒരു നിലയിൽ അവർ എത്തിപ്പെട്ടത് കേട്ടോ. അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമല്ല, ആർക്കായാലും വിഷമം ഉണ്ടാവും കേട്ടോ. ഇതൊന്നും മനസ്സിൽ വെക്കാതെ ഇവരിപ്പോൾ മധ്യപ്രദേശിലേക്ക് പോയിട്ടോ. പാലക്കാട് നിന്ന് ട്രെയിൻ കയറി മധ്യപ്രദേശിലേക്ക് പോയിട്ടുണ്ട്. അവിടെയാണ് ഇതിൻ്റെ ക്യാമ്പ് നടക്കുന്നത്, ഇന്ത്യ ടീമിൻ്റെ ക്യാമ്പ് നടക്കുന്നത്. അവിടുന്ന് തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലും നടക്കുന്ന ഒരു പ്രതീക്ഷയായിട്ട് ഇവരുള്ളത്. പിന്നെ അതുമാത്രമല്ല, ഈ ഏഷ്യ കപ്പിൽ ഫൈനലെത്തുന്ന രണ്ട് രാജ്യങ്ങൾക്ക് പിന്നെ വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള യോഗ്യത കിട്ടും. അപ്പോൾ അതിൽ ഇന്ത്യ എങ്ങാണ്ട് എത്തിക്കിട്ടി കഴിഞ്ഞാൽ സോഫ്റ്റ് ബോൾ വേൾഡ് ചാമ്പ്യൻഷിപ്പിലും ഇവർക്ക് പങ്കെടുക്കാം. ഇത്രയും കാലം സ്വപ്നം കണ്ടതിൻ്റെ, അല്ലെങ്കിൽ അധ്വാനിച്ചതിൻ്റെ, അല്ലെങ്കിൽ പരിശീലിച്ചതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് വരുന്ന സമയത്താണ് ഇത്രയും വലിയൊരു പ്രതിസന്ധി ഇവർക്ക് വന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇവരെ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ ഈ ചാനലിൻ്റെ കമൻറ്റ് സെക്ഷനിൽ അതുമായി ബന്ധപ്പെട്ട മെസ്സേജ് അയക്കുക. അപ്പോൾ ഈ താരങ്ങളുമായിട്ടുള്ള ബന്ധപ്പെടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ചാനൽ വഴി നമ്മൾ റെഡിയാക്കി തരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക, ഇത് എല്ലാവരിലും എത്തിക്കുക. സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിച്ചതിൻ്റെ ആ ഫലം കിട്ടുന്ന ആ സമയത്ത് അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല, അത്രയും സങ്കടമായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കാൻ സഹായിക്കുക. അങ്ങനെയെങ്കിൽ ഇവരൊന്ന് ചൈനയിലേക്ക് പോട്ടെ, അങ്ങനെ ഇവർക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പും കളിക്കാൻ കഴിയട്ടെ. ഇവർ നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനമായ രണ്ട് താരങ്ങളാണ്. ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് എല്ലാവരും എടുത്തിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി സഹായിക്കുക. സ്കൂളിൽ പഠിക്കുന്ന മുതലേ കളിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഇത്രയും കാലമായിട്ട് വലിയൊരാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിൽ കളിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടി. പക്ഷേ പോകാൻ പൈസ ഇല്ല എന്നുള്ളൊരു കാര്യം കൊണ്ട് ഈ അവസരം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ കളിക്കാൻ പോയേ പറ്റുള്ളൂ ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ആരെങ്കിലുമൊക്കെ സഹായിക്കണം, എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് കളിക്കാൻ പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങളുടെ അവസരം നഷ്ടപ്പെടും. പൈസ കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് കളിക്കാൻ പോകാൻ പറ്റില്ല. ഏതൊരു സ്പോർട്സ്മാൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മളെ ഇന്ത്യൻ ടീമിൽ കളിക്കുക എന്നുള്ളതാണ്.